എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻഷുറൻസ് മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടി ആരാണ്, സെക്കൻഡ് പാർട്ടി ആരാണ്? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് വാക്കാണ് ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. പുതിയൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 7 വർഷം വരെ നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടും. പിന്നീട് കുറച്ച് വർഷത്തേക്കും കൂടെ നമുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ഇതിനാരും മെനക്കെടാറില്ല. പലരും 1-2 വർഷം കഴിയുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം എടുക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടി നമ്മളാണ്. വാഹനത്തിന്റെ ഉടമ എടുക്കുന്ന ഇൻഷുറൻസ്, അദ്ദേഹത്തിന്റെ വാഹനത്തിനും അദ്ദേഹത്തിനും ലഭിക്കുന്ന പരിരക്ഷയ്ക്ക് എടുക്കുന്ന ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, ഇതിനൊക്കെയാണ് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്? നമ്മുടെ വാഹനം കാരണം മറ്റൊരു വ്യക്തിക്ക്, വാഹനത്തിനാവാം, സ്വത്തിനാവാം, മുതലിനാവാം, എന്തിനും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ആവാം, ഉണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ലഭിക്കുന്ന പരിരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. കാരണം അദ്ദേഹത്തിനുണ്ടായ നഷ്ടം നമ്മുടെ വാഹനം കാരണം ഉണ്ടായതാണ്. അതിനുള്ള പരിരക്ഷയ്ക്കാണ് നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ വാഹനം മറ്റൊരു വ്യക്തിയുടെ വാഹനത്തിൽ പോയി ഇടിച്ചു, അദ്ദേഹത്തിന്റെ വാഹനത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ട പൈസ ഇൻഷുറൻസ് കമ്പനിയാണ് നൽകുന്നത്. ഇതിനു വേണ്ടി എടുക്കുന്ന കവറേജ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ അപകടത്തിൽ നമ്മുടെ വാഹനത്തിനും എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നേരാക്കണമെങ്കിൽ, നമുക്ക് കമ്പനി പൈസ തരണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഇൻഷുറൻസ് ആണ് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫുൾ കവർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടി ഓക്കെ, തേർഡ് പാർട്ടി ഓക്കെ. ഇതിനിടയ്ക്ക് കിടക്കുന്ന സെക്കൻഡ് പാർട്ടി ആരാണ്? നമുക്ക് ഇൻഷുറൻസ് സേവനം നൽകുന്ന കമ്പനിയാണ് ഇവിടുത്തെ സെക്കൻഡ് പാർട്ടി. ഉദാഹരണം, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, SBI, റിലയൻസ്, ഇതുപോലെ ഒരുപാട് സ്വകാര്യ കമ്പനികളും ഇപ്പോൾ നിലവിൽ രംഗത്തുണ്ട്. ഇവരെയാണ് സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് എടുത്ത വ്യക്തി, സെക്കൻഡ് പാർട്ടി ഇൻഷുറൻസ് നൽകിയ കമ്പനി, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളും കമ്പനിയും അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയാണ് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ടി എന്താണ്, സെക്കൻഡ് പാർട്ടി എന്താണ്, തേർഡ് പാർട്ടി എന്താണെന്ന് ധൈര്യമായിട്ട് പറയാമല്ലോ. മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, അറിഞ്ഞിരിക്കുക, നിരത്തിൽ റോഡിൽ ഒരു വാഹനം ഇറക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിങ്ങളുടെ വാഹനത്തിന് ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആ അപകടം മൂലമുണ്ടായ നഷ്ടപരിഹാരം നൽകേണ്ട ബാധ്യത നിങ്ങളുടേതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ എടുത്ത് ആ നഷ്ടം നികത്തി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വാഹനത്തിന്റെ ഡേറ്റ് തെറ്റുന്നതിന് മുന്നേ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കുക. പരമാവധി ഫുൾ കവർ ഇൻഷുറൻസ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തു പോകുന്നതാണ് നമ്മുടെ വാഹനത്തിന് നല്ലത്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പോക്കറ്റ് കാലിയാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. 7,000, 8,000 അല്ലെങ്കിൽ 10,000, 20,000 ഒക്കെ ഇൻഷുറൻസ് പ്രീമിയമായി നമ്മൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. ഒരു അപകടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. തേർഡ് പാർട്ടി മാത്രമേ നിർബന്ധമായി എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. താങ്ക്